ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, തക്കാളി, സബോള, 2 കോഴിമുട്ട, ഇത്രയും ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും തക്കാളിയും സബോളയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. സെലറീസോ ക്യാബേജോ അങ്ങനെ എക്സെട്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വന്ന ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇവിടെ ഒരു 1/4 ടീസ്പൂണോളാണ് ഞങ്ങൾ ചേർക്കുന്നത്, കാരണം കുട്ടികൾക്കാണ് ഇത് ഉണ്ടാക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ എമൗണ്ട് കൂട്ടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മുട്ട ചേർക്കുന്നത് നല്ല ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് മുട്ടയും ചേർക്കുന്നത്. ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കുക. സോസുകൾ ചേർക്കണം എന്നുണ്ടെങ്കിലും ചേർക്കാം, അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ സോസുകളൊന്നും ചേർക്കാത്തത്. ചിക്കി എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചോറ്, ഇവിടെ ഞങ്ങൾ സാധാ റൈസാട്ടോ എടുത്തിട്ടുള്ളത്, സാധാരണ വീട്ടിൽ വയ്ക്കുന്ന ചോറ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പിട്ടാണ് ചോറ് ഊറ്റിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഉപ്പ് രണ്ടാമത് ചേർക്കാത്തത് കേട്ടോ. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്ത് വിടാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.